ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻ ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് കുറെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിരുന്നു കാണിച്ചത്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ഒക്കെ കാണിക്കാത്ത എന്നാ ഇനിയും അങ്ങനത്തെ സാരീസ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മൾ പേഴ്സണലി ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ടും കൂടുതലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഓർഡേഴ്സ് വരുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു സെയിം സാരി തന്നെയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ റിപ്പീറ്റഡ് സാരീസ് കാണിക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ ഈ ഒരു സാരി ഇന്ന് കാണിക്കുന്നത്. ഇപ്പൊ നേരത്തെ കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമ്മൾ ഹെവി ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമുക്ക് സാരി കാണാം. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഓഫ് വൈറ്റ് ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ഹെവി ആയിട്ടുള്ള ഈ ഒരു ബീഡ് വർക്കും ഈ എംബ്രോയിഡറി ഡിസൈൻസും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ ഈ ഒരു സാരി നമ്മുടെ ചാനലിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഒരു സ്റ്റെം ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫുള്ളും 2 ബീഡ്സ് ആണ്. ആ ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫുൾ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ 4 ഷെയ്ഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. റിംഗ് നോട്ട്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്. നമ്മൾ ഓരോ ഫ്ലവേഴ്സും ഈ പറഞ്ഞ പോലെ റാൻഡം ആയിട്ട് ഒരു വയലറ്റിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് വരുന്നത് പോലെ നമ്മൾ ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടാണ് ഈ ഒരു ലീവ്സും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഓരോ ഫ്ലവേഴ്സിന്റെ നടുക്കൂടെ നമ്മൾ ചെറിയ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ കാണുമ്പം അത്യാവശ്യം ലെങ്തി ഉള്ളൊരു നോർമൽ ഡിസൈൻ പോലെ തോന്നുമെങ്കിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി സമയം എടുത്ത് നമ്മൾ ചെയ്താവും. ഒന്നാമത് നമ്മൾ ഇത്രയും കളേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്രയും പ്രാവശ്യം നീഡിൽ ചേഞ്ച് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് ഡിസൈൻസ് എല്ലാം ഗ്യാപ്പ് വിട്ടാ ഡിസൈൻസ് വന്നിരിക്കുന്നത്. അതായത് ഒന്നൊന്നുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലത്തെ ഡിസൈൻസ് അല്ല ഒന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ലീവ്സ് ആണെങ്കിലും ഓരോ ഫ്ലവേഴ്സ് ആണെങ്കിലും ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് അത് കെട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് തയ്ക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 40 ലീഫോളം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഡിസൈനും ഇങ്ങനെ കെട്ടിട്ട് ക്ലോസ് ചെയ്ത് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു വർക്കാണ്. അതുപോലെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫുള്ളും സിൽക്ക് ത്രെഡ് വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോർമൽ പേൾ കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ ത്രെഡ് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും സിൽക്ക് ത്രെഡ് വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ടൈമും എടുക്കും. അങ്ങനെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കളക്ഷനാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു നേരത്തെ സാരിയുടെ ആ ഒരു ഫോട്ടോ കണ്ട് നമുക്ക് റീ ഓർഡർ വന്നതാണ്. ഇതിന്റെ എൻഡ് പോർഷൻ നമ്മൾ നോർമലി എല്ലാ സാരീസിലും ചെയ്യാറുള്ളത് പോലെ സ്കാലപ്പ് ചെയ്താണ് നമ്മളിത് ക്ലോസ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ആ നോർമലി ചെയ്യുന്ന സ്കാലപ്പ് വർക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു സാരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുന്താണി പോർഷനിലെ നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ മുന്താണിയുടെ നെക്സ്റ്റ് കോർണറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കോർണറിൽ വരുമ്പോഴത്തേനും നമ്മൾ ചെറിയൊരു ഡിസൈനാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ മുന്താണിയുടെ മെയിൻ അറ്റത്ത് കൊടുത്ത് അത്രയും വലുപ്പത്തിലല്ലാണ്ട് 5 ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെ വരുന്ന പോലെ സെയിം ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ചെറിയ സൈസിലാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഇത്രയും വലുപ്പത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്രയും ചെറിയൊരു പാറ്റേൺ നമ്മൾ കൊടുത്തു. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെ 2 ഡിസൈൻസ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ നല്ല ലെങ്തിൽ വരുന്ന പോലത്തെ 2 ഡിസൈൻസ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലെങ്തിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു ചെസ്റ്റ് പോർഷൻ നല്ലതായിട്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആ ഒരു 3-4 ഷെയ്ഡ്സ് ഫ്ലവേഴ്സ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കാരണം തന്നെ നല്ലൊരു ഹൈലൈറ്റ് ആ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സിംഗിൾ കളർ വെച്ചിട്ട് ഡിസൈൻസ് ചെയ്യുന്നതിനേക്കാളും ഇത്രയും കളർഫുൾ ആയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതും ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാകുമ്പോഴത്തേനും നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് തന്നെ ഈ കളേഴ്സ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എടുപ്പുള്ള പോലത്തെ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഈവൻ കോട്ട മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വർക്കാണിത്. ആ ഒരു ബീഡ് വർക്കിന്റെ ആ ഒരു തിളക്കവും അതുപോലെ ഈ പറഞ്ഞ പോലെ നിറച്ചുള്ള ഈ ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ പാറ്റേണും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. നമ്മൾ ആ മുന്താണി പോർഷനിൽ കൊടുത്തതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഈ ചെസ്റ്റ് പോർഷനിലെ 2 ഫ്ലവേഴ്സും കൊടുത്തിരിക്കുന്നത്. മുന്താണി പോർഷനിൽ നമ്മൾ 2 ബ്രാഞ്ചസ് വരുന്ന പോലെ ഇച്ചിരി വണ്ണത്തിലാണ് നമ്മൾ മുന്താണി പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ നമുക്ക് അതൊരു സിംഗിൾ ബ്രാഞ്ച് വരുന്നത് പോലെ അതിന് വരുന്ന പോലെ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഓരോ ഡിസൈൻസും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ചെസ്റ്റ് പോർഷനിലെ 2 ഡിസൈനും ഐഡന്റിക്കൽ ആയിട്ടാണ്. എന്നാലും ബാക്കി ചെസ്റ്റ് പോർഷനിലെ ഡിസൈനും മുന്താണി പോർഷനിലെ ഡിസൈനും അതുപോലെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്.
ഇതുണ്ട് റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ ആണെങ്കിലും നല്ല ഹെവി ഡിസൈൻ തന്നെ നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത്. നമ്മൾ നോർമലി എല്ലാ സാരീസിലും ഒക്കെ ചെയ്യുന്ന പോലെ അല്ലാതെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ. നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ ഫ്ലീറ്റ്സ് വരെയും വരുന്നത് പോലെ നല്ല ഹെവി ആയിട്ട്, നേരത്തെ മുന്താണിയുടെ കാര്യം പറഞ്ഞ പോലെ 2 ലെയർ വരുന്ന പോലെ വരുന്ന ഈ ഒരു ഡിസൈൻ ക്ലോസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു സാരിയിൽ ഇവിടെ ഈ റൈറ്റ് ലെഗ് പോർഷനിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമെടുത്ത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈൻസ് ആണ്. നല്ല ആ ഒരു അതിൻ്റെ ഒരു ഫിനിഷിങ് ഈ ഒരു ഡിസൈൻ എന്താണെങ്കിലും ഉണ്ട്. അത്രയും ഒരു ഹെവി ലുക്ക് വരുന്ന പോലത്തെ ഡിസൈനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഓഫ് വൈറ്റ് ആ ഒരു വയലറ്റ് ഷെയ്ഡ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഈ ഒരു 2 ബീഡ്സിന്റെ ആ ഒരു ഹൈലൈറ്റ് ഒക്കെ ആണെങ്കിലും തന്നെ ഈ സാരീനെ നല്ല റിച്ച് ലുക്കുള്ള ഒരു സാരിയാക്കും. നമ്മൾ ഫുൾ ബോർഡറിൽ കൂടി ഒന്നും ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് പാർട്സിൽ മാത്രം, അതായത് 4 ഡിസൈൻസ് മെയിൻ ആയിട്ടും ഒരു കുഞ്ഞു ഡിസൈന് മാത്രം ഈ സാരി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നല്ല ഹെവി വർക്കുള്ള ഒരു സാരി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ സെയിം പാറ്റേൺ നമ്മൾ ഫുൾ ബോർഡറിൽ കൂടെ വരുന്ന പോലെയും സാരീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ വീണ്ടും റിപ്പീറ്റഡ്ലി കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ ഫുൾ ബോർഡർ ചെയ്തിരിക്കുന്ന സാരി നമ്മുടെ ചാനലിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സാരി വെച്ചിട്ട് റിപ്പീറ്റഡ്ലി ഓർഡർ വന്നപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനത്തെ സാരീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സാരീസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നോർമൽ ഒരു സാരി ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം എടുക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതലും നമുക്ക് ആ ഒരു തിരക്കുള്ള സമയങ്ങളിൽ നമ്മൾ ഈ ഒരു സാരിയുടെ ഓർഡർ എടുക്കാറില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സാരി എടുത്താൽ നമുക്ക് വേറെ വരുന്ന ഒത്തിരി ഓർഡേഴ്സിന് അതൊരു ഗ്യാപ്പ് വരുത്തേണ്ടി വരും. നമ്മൾ ഈ നോർമലി പറയുന്ന 65 ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ഒരു സാരി ഇടയ്ക്ക് വന്നാൽ അടുത്ത ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട് നമുക്ക് നല്ല ബൾക്ക് ഓർഡർ ഇരിക്കുന്ന സമയങ്ങളിലൊന്നും നമ്മൾ ഈ സാരിയുടെ ഓർഡർ ഇപ്പം എടുക്കുന്നില്ല. എന്നാലും നമ്മൾ ഓൾറെഡി ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക് നമ്മൾ കാണിക്കുവാണ്. അപ്പൊ ഈ സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക്സ് വെച്ചിട്ട് സാരീസ് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നോർമലി നമുക്ക് 65 വർക്കിംഗ് ഡേയ്സ് ആണ് ഒരു സാരി കംപ്ലീറ്റ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഒക്കേഷനിലും ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സാരി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നേരത്തെ തന്നെ നമ്മളെ ഇൻഫോം ചെയ്താൽ നമുക്ക് അതനുസരിച്ച് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി അല്ലാതെ മിഷൻ എംബ്രോയിഡറി കളക്ഷൻസും ഹാൻഡ് പിക്ക് കളക്ഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. Thank you for watching.